ശിവപുഷ്പം എന്നറിയപ്പെടുന്ന എരിക്കിൻ പൂവ് കണ്ണിൽ വീണാൽ വളരെ അപകടകാരിയാണ്. എന്നാൽ ഈ സുന്ദരിപ്പൂവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്. ഒരേ സമയം വില്ലനും നായകനുമായി വാഴുന്ന ഈ എരിക്കിൻ പൂവ് ആളൊരു പുലിയാണ് കേട്ടോ. ഹായ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ആയുർവേദ ചെടിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് കാണുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണമുണ്ടായിരിക്കും അല്ലേ ബാബാജി? അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പറമ്പുകളിലും വഴിയരികളിലും സാധാരണ കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ എരിക്ക് എന്ന് പറയുന്നത്. വെറും ഒരു കാട്ടുചെടിയായി ഇതിനെ കാണാമെങ്കിലും പുരാതന കാലം മുതൽക്കേ ആയുർവേദത്തിലും ഹൈന്ദവ ആചാരങ്ങളിലും വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് എരിക്ക് കേട്ടോ. പ്രധാനമായും 2 തരം എരിക്കുകളാണുള്ളത്. നീല കലർന്ന വയലറ്റ് പൂക്കളുള്ള നീല എരിക്കും അപൂർവമായി കാണപ്പെടുന്ന വെള്ള എരിക്കും. ഇതിൽ വെള്ള എരിക്കിനാണ് ആത്മീയപരമായും ഔഷധപരമായും പ്രാധാന്യം കൂടുതലുള്ളത്. കൂട്ടുകാരെ, ഇതിൻ്റെ തണ്ട് നമ്മളൊന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാൽ നിറത്തിലുള്ള ഒരു ദ്രാവകം കിട്ടും കേട്ടോ. ഈ ദ്രാവകം അപകടകാരിയാണ് എന്ന് പറഞ്ഞാൽ വിഷാംശം ഉള്ളതാണ്. എന്നാലും ഇതിനെ ആയുർവേദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കൃത്യ അളവിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതൊരു മരുന്നായും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ചെടിയിൽ മാക്സിമം കുട്ടികൾ കളിക്കാതിരിക്കുന്നതാവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ദ്രാവകമൊക്കെ കണ്ണിൽ വീഴുകയാണെങ്കിൽ അത് വളരെ ബാധിക്കും കേട്ടോ. കാഴ്ചയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ദ്രാവകം കൂടെയാണ്. പാല് പോലെ ഇരിക്കുന്ന ഒരു ദ്രാവകമാണ്. നമ്മൾ ഒരു പശ പോലെയൊക്കെ കയ്യിലൊക്കെ ഒട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കൂട്ടുകാരെ, അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കുറേ ഗുണങ്ങൾ ഇനി ഒന്ന് കേട്ടാലോ. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഔഷധ ഗുണങ്ങൾ. ഇതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഔഷധപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞതും നമ്മൾ ഒരുപാട് വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തരാം കേട്ടോ. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാതസംബന്ധമായ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും എന്ന് പറയുമ്പോഴത്തേക്ക് ഇല വാട്ടി തടവുന്നത് സന്ധിവേദനയ്ക്കും വീക്കത്തിനുമൊക്കെ നല്ല ആശ്വാസം നൽകും എന്ന് പറയുന്നുണ്ട്. എരിക്കിന്റെ മറ്റൊരു ഔഷധ ഗുണമാണ് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എരിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പൂവ് ഉണക്കിപ്പൊടിച്ച് ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു വെള്ള നിറത്തിലുള്ള ദ്രാവകം എന്ന് പറഞ്ഞാൽ പശ പോലെ ഒട്ടുന്ന ദ്രാവകം എന്ന് പറഞ്ഞല്ലോ. ഈ ദ്രാവകമാണ് നമുക്ക് ഇതിനായി ഉപയോഗിക്കുന്നത്. ചൊറി, ചിരങ്ങ് തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ ദ്രാവകം ഔഷധകരമായി നമുക്ക് ഉപയോഗിക്കാം. അത് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാനും പാടുള്ളൂ. എരിക്കിന്റെ മറ്റൊരു ഔഷധ ഗുണമാണ് കീടവിഷത്തിന് ഉപയോഗിക്കാറുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ പാമ്പ് കടിയേറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷജന്തുക്കൾ കടിച്ചോ ഉണ്ടാകുന്ന മുറിവുകളിൽ നമ്മൾ എരിക്കിന്റെ ഇല ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണം. ഇതിങ്ങനെ പണ്ട് കാലങ്ങളിൽ വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണുമായിരിക്കും. അല്ല, ഒരുപാട് പേര് ഇപ്പോഴും ആയുർവേദപരമായിട്ടുള്ള എൻ്റെ ഒരുപാട് കൂട്ടുകാർ ആയുർവേദത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഇതിന് ഒരുപാട് നടുവേദനയ്ക്കും അങ്ങനെയുള്ളതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെ, അങ്ങനെയും പറയുന്നുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് പേര് എരിക്ക് പൂ എവിടെയും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരെ അറിയാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ആയുർവേദ ഗുണങ്ങൾ ഉപയോഗിക്കുന്നത് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു വൈദ്യൻ്റെയോ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സൈക്കിൾ സുഷല്ലേ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളിൽ ഒന്നാണ് എരിക്കിൻ പൂവ്. അതുകൊണ്ട് തന്നെ ഇതിനെ ശിവപുഷ്പം എന്നും വിളിക്കാറുണ്ട്. കൂടാതെ ഇത് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് ഇതിൻ്റെ പൂക്കൾ കൊണ്ട് മാല കെട്ടി അർപ്പിക്കാറുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ എരിക്കൻ പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഉറപ്പായും ഇതിൻ്റെ ഒരു കാരണവശാലും ഇതിൻ്റെ കറയോ ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ വീഴാൻ പാടില്ല. എരിക്കിൻ്റെ ഈ പാലെന്ന് പറയുന്ന ആ വെള്ള ദ്രാവകം നിങ്ങളുടെ കണ്ണിൽ വീഴുകയാണെങ്കിൽ അത് കാഴ്ചശക്തിയെ നല്ല രീതിയിൽ ബാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളത് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കൊച്ചുകുട്ടികൾ കൈകാര്യം ചെയ്യാതിരിക്കുക. മാക്സിമം കൈയൊക്കെ നല്ല രീതിയിൽ കഴുകുക.
നമ്മുടെ ഈ എരിക്കിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകൾ മുറിച്ചു നട്ടോ ആണ് കേട്ടോ ഇതിന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. കാഴ്ചയിൽ ലളിതമെങ്കിലും ഗുണങ്ങളിൽ അമൂല്യമാണ് കേട്ടോ നമ്മുടെ ഈ എരിക്ക് എന്ന് പറയുന്ന ഈ ചെടി. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഈ സസ്യത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ആയുർവേദ ഗുണങ്ങളും അതുകൂടാതെ തന്നെ നമുക്കിതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് സംരക്ഷിക്കേണ്ടത് അത്രയും നല്ലത്. നമ്മുടെ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ഇത്രയും നല്ല ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാ ചെടികളും അങ്ങനെയുള്ളതെല്ലാം അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേട്ടോ നമ്മുടെ ഇതുപോലുള്ള പഴയ കാലങ്ങളിലുള്ള ചെടികളൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പോഴുള്ള തലമുറയിലുള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ പറയാൻ നോക്കുന്നത് കേട്ടോ. ആയുർവേദപരമായിട്ട് ചെടികളിലൊക്കെ ഒരുപാട് നമ്മുടെ സാധാരണ ഗാർഡനിലുള്ള ചെടികളിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ആയുർവേദ ഗുണങ്ങൾ സാധാരണ ഇതിൽ കാണാറുണ്ട്. അതൊന്നും സാധാരണ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇത് നടുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പം എരിക്ക് എന്താണ്, ആര്യവേപ്പ് എന്താണ് എന്നൊക്കെ ഉള്ളത് കുറേ ആടലോടകം അങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ ചെടികളുണ്ട്. അപ്പം എരിക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് കൂടെ കാണിച്ചു കൊടുക്കണം. മക്കൾ ഇതാണ് എരിക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് മക്കൾക്ക് കാണിക്കുക. എരിക്ക് എന്താണെന്നും എരിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിൽക്കുമ്പോഴത്തേക്ക് എരിക്ക് അവർ കൊച്ചു കുട്ടികൾ ഇപ്പം മുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ലായിരിക്കും, അവരതിനെ മുറിച്ച് നിങ്ങൾ അവരെ കണ്ണിലൊക്കെ തേക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും സൂക്ഷിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നീല എരിക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏത് കളറിലെ എരിക്കാണ് കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ?